ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും ഞങ്ങളുടെ കുടുംബമായും പിറവത്തുള്ള എബനേസർ IPC ചർച്ചിന്റെ പേരിലും വന്ദനങ്ങൾ അറിയിക്കുന്നു. ബഹുമാന്യനായ മോൻസി പാസ്റ്റർ ഷാർജയിൽ ശുശ്രൂഷിക്കുമ്പോൾ അവിടുത്തെ പഴയ വലിയ സഭയിൽ താൻ പാസ്റ്ററായിരിക്കുന്ന സമയത്ത് തന്നോടുകൂടെ താമസിച്ച് അവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തത് നന്ദിയോടെ ഓർക്കുന്നു. താനിപ്പോൾ ഈ രാജ്യത്ത് വന്ന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടതിനാൽ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ഈ സഭയിലെ സഹ ശുശ്രൂഷകരും ഈ സഭയിലെ എൽഡേഴ്സും പ്രാർത്ഥനാ സഹകാരികളുമായ എല്ലാ എക്സിക്യൂട്ടീവ്സിനും നന്ദി പറയുന്നു. ചർച്ചിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇതിനു മുമ്പ് വന്ന് തുടർച്ചയായി ചില ദിവസങ്ങൾ കർത്താവിൻ്റെ വചനം പങ്കിടുവാൻ നിങ്ങൾ അവസരമൊരുക്കിയത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സഭയിലുള്ള സഹോദരങ്ങളുടെ സ്വന്തം ബന്ധവുമായ നാടാണ് പിറവം. അവിടെയുള്ള സഹോദരങ്ങളുടെ, വിശേഷാൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹശുശ്രൂഷകൻ പാസ്റ്റർ ഏലിയാസ് തുടങ്ങിയുള്ളവരുടെ വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ വന്നപ്പോൾ കാനഡ സ്പിരിച്വൽ മൂവ്മെന്റിന്റെ ക്യാമ്പിന് വേണ്ടി വന്നപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലോഡ്സൺ ആന്റണിയും ബെനിസൺ നാട്ടിൽ നിന്ന് വരികയുണ്ടായി. ഈ രണ്ട് യുവ സഹോദരങ്ങളും പാസ്റ്റർമാരുടെ മക്കളാണ്. വളരെ ത്യാഗത്തോടും മാതൃകയോടും കൂടെ അവരുടെ ആയുസ്സിൽ ദൈവവേല ചെയ്ത ദൈവദാസന്മാരുടെ മക്കളാണ്. അവർ മാതൃകയോടുകൂടി ജീവിക്കുന്നവരും മാതൃകയോടുകൂടെ പ്രവർത്തിക്കുന്നവരുമാണ്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. മറ്റ് എനിക്ക് പരിചിതരും സ്നേഹിതരുമായ ദൈവദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും വളരെ സ്നേഹത്തോടുകൂടെ വന്ദനം ചെയ്യുന്നു. ഇവിടെ പ്രസംഗിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചിരിക്കുന്ന ചിന്ത തലമുറകളെ ഓർത്ത് എന്ന് അതിന് ഹെഡിങ് കൊടുക്കുക. തലമുറയെ ഓർത്ത്. അതിനെ ഒന്നുകൂടെ വിശദമായൊരു ഹെഡിങ്, സബ് ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ 3 തലമുറയെ മുന്നിൽ കണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുക. 3 തലമുറയെ മുന്നിൽ കണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുക. അടുത്ത 1 മണിക്കൂർ സമയം ഈ വചനം നാം ധ്യാനിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. തുടർച്ചയായിട്ടുള്ള മീറ്റിങ്ങുകൾ കൊണ്ട് ശാരീരികമായ ക്ഷീണങ്ങൾ ഉണ്ടെങ്കിലും കർത്താവിനെ ആശ്രയിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. നമുക്കൊരു നിമിഷം വചനത്തിന്റെ വെളിപ്പാടിനായി, പ്രകാശനത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ്
വചനത്തെ പ്രകാശിപ്പിച്ചു തരേണ്ടതിന് എല്ലാവരും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാൽ നിൻ മൊഴികൾ, കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാൽ നിൻ മൊഴികൾ, തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതമ്പോ നടത്തണമേ. കുശവൻ കയ്യിൽ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണ് ഞാൻ അനുദിനം നീ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ പണിയണമേ. ഞങ്ങളുടെ മുൻവിധികളെ മാറ്റിത്തരണമേ. കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരിചയങ്ങളും അനുഭവങ്ങളും അറിവുകളും ഒന്നും ഇന്നത്തേക്ക് മതിയായതല്ല. ഇന്നേക്ക് ആവശ്യമുള്ളത് സ്വർഗ്ഗം തുറന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇവിടെ ഇരിക്കുന്നത് അങ്ങയുടെ ജനമാണ്. ഇത് അങ്ങയുടെ രക്തത്തിന്റെ വിലയായ സഭയാണ്. ഈ സഭയോട് മനസ്സറിയണമേ. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, ഒത്തിരി മിഷൻ ഫീൽഡുകളിൽ സഹായിക്കുവാൻ, ഒത്തിരി ദൈവദാസന്മാരെ സഹായിക്കാൻ ഈ സഭയെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഈ സഭയിലെ മുഴുവൻ കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട് കാണണം. ഇതിനേക്കാൾ കൂടുതൽ ആത്മാക്കളോടുകൂടെ, ഇതിനേക്കാൾ വലിയ പ്രവർത്തന പദ്ധതികളോടുകൂടെ ഈ സഭ വളരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലെ മക്കൾ ഇപ്പോൾ എവിടെയായിരിക്കുന്നു? പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, വിവാഹം കഴിച്ചവർ, കഴിക്കാനുള്ളവർ, ജനിക്കാനിരിക്കുന്ന മക്കൾ, ഓടി നടക്കുന്ന കുഞ്ഞുമക്കൾ, ഈ സഭയിലെ മുഴുവൻ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, പല രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, അവരൊക്കെ കൃപയിൽ നിൽക്കാൻ, അഭിഷേകത്തിൽ നിൽക്കാൻ, ആത്മനിറവിൽ നിൽക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ഈ സന്ദേശം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അനൗൺസ് ചെയ്തിരുന്നു. എന്നാൽ ഞാനിവിടെ വന്ന ശേഷം ദൈവദാസനുമായിട്ട്, ദൈവ സഹോദരന്മാരുമായിട്ട് ചർച്ച ചെയ്തു. 10ൽ താഴെ ആളുകൾക്ക് ട്രാൻസ്ലേഷൻ അത്യാവശ്യമുള്ളൂ എന്ന് ഒരറിവ് എനിക്ക് കിട്ടി. അപ്പോ എങ്കിൽ പിന്നെ ശാന്തമായിട്ട് പതുക്കെ പറയുമ്പോൾ ആ 10 പേർക്ക് മനസ്സിലായിക്കോളൂ. കാരണം ഒരു മീറ്റിങ്ങിനെ ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വരുന്നുള്ളൂ. അതിന് 1 മണിക്കൂർ എന്നുള്ള ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1/2 മണിക്കൂറാകും. അപ്പോൾ അതിനേക്കാൾ നല്ലത്
ഭൂരിഭാഗം പേർക്ക് നന്നായി മനസ്സിലാവും, കുറച്ച് പേർക്ക് കുറച്ച് മനസ്സിലാവും. നന്നായി മനസ്സിലായ പോരല്ലോ, അനുസരിക്കണ്ടേ? അപ്പൊ പിന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രധാനം അനുസരിക്കുന്നതാണ്. കുറച്ച് മനസ്സിലാക്കുകയും കൂടുതൽ അനുസരിക്കുകയും ചെയ്താൽ അത്രയും നല്ലതാണ്. ഒത്തിരി മനസ്സിലാക്കിയിട്ട് ഒന്നും അനുസരിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? ഒരല്ലേലിയോ പറഞ്ഞിട്ട് 3 തലമുറയെ മുന്നിൽ കണ്ട് ജീവിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വാക്യം വരുന്നുണ്ടോ? കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന യേശു പുറകോട്ട് നോക്കിയിട്ട് എന്നാ പറഞ്ഞേ? എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും. യേശു തലമുറയിലേക്കല്ലേ വിരൽ ചൂണ്ടിയത്? അല്ലേ? കല്യാണത്തിന് വായിക്കുന്ന സങ്കീർത്തനം, നിന്റെ മക്കളുടെ മക്കളെയും നീ കാണണം. എവിടെ കാണണം? മേരിയാറ്റി പറഞ്ഞു സ്വർഗത്തിൽ കാണണം. അല്ല, തങ്കമ്മയാറ്റി, സോറി. ആദ്യം പരിചയപ്പെട്ടത് മേരി ടീച്ചറിയാ, അത് കാരണം ആ പേര് വരുന്നത്. സ്വർഗത്തിൽ കാണണം. സ്വർഗത്തിൽ കാണണമെങ്കിൽ അതിന് മുമ്പ് എവിടെ കാണണം? സഭയെ കാണണം. വന്നിട്ടുണ്ടോ? വരുമല്ലേ? ഓക്കെ. സഭയെ കാണണം. സഭയെ കാണണമെങ്കിൽ എവിടെ കാണണം? കുടുംബ പ്രാർത്ഥന കാണണം. എവിടെ കാണണം? കുടുംബ പ്രാർത്ഥനയിൽ കാണണം. എവിടെ കാണണം? സഭയിൽ കാണണം. എവിടെ കാണണം? സ്വർഗത്തിൽ കാണണം. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണണം. ഈ വാക്യം ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് മക്കളും കൊച്ചുമക്കളും ഉണ്ടേ മതിയെന്നാണ്. അതല്ല ഇതിന്റെ അർത്ഥം. മക്കളും കൊച്ചുമക്കളും കൂടുതലുള്ളത് അറേബ്യയിലല്ലേ? മനസ്സിലായില്ല? 12 മക്കളും അവരുടെ മക്കളും അടങ്ങിയ വീടാണ്. അപ്പൊ അതാണോ അനുഗ്രഹം? നോ. നിന്റെ മക്കളുടെ മക്കളെയും കൂടെ നീ ദൈവസഭയിൽ കാണണം. നീ ഒരു വടിയൊക്കെ പിടിച്ച് വീൽ ചെയർ കുത്തിക്കൊണ്ട് സഭായോഗത്തിന് വരുമ്പോഴേ നിന്റെ കൊച്ചുമക്കള് ഇവിടെ കൊയർ ലീഡ് ചെയ്യണോ? അയ്യോ, അപ്പൊ ഞങ്ങൾ വീൽ ചെയറെ വരണം എന്നാണ് പറയുന്നത്. അല്ല, വീൽ ചെയറിലാണേലും വരണം. ഞാൻ വന്ന് വണ്ടി നിർത്തുമ്പോ ഒരു ആന്റി അവരുടെ ഹസ്ബൻഡിനെ കയ്യെ പിടിച്ചോണ്ട് വരുന്നു. ഒരു ചെറിയ അസുഖം വന്നതാ. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാധനയ്ക്ക് വരുന്നുണ്ടോ? അപ്പൊ നമ്മുടെ സെക്രട്ടറി സഹോദരൻ പറഞ്ഞു, ഒറ്റ മീറ്റിംഗ് മുടക്കല്ലോ. സ്തോത്രം, സ്തോത്രം. എത്ര ക്ഷീണിച്ചാലും നമ്മൾ ആരാധനയ്ക്ക് വരും. നമ്മുടെ മക്കളോ? സ്തോത്രം. നമ്മൾ ഇച്ചിരി കൂട്ടൊക്കെ നിന്നതിന് അവന് ട്യൂഷനാ പാസ്റ്ററെ. ഈ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് എല്ലാം ഇന്ന് പറയണമല്ലോ, നാളെ പറയാനൊക്കെ. നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഇന്ന് ഒരു സഹോദരൻ എന്നോട് പറയാണ്, പാസ്റ്റർ, ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുക, ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ആ നിൽക്കുന്ന സഹോദരൻ വേറൊരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, കോട്ടേജ് മീറ്റിങ്ങിനും സഭായോഗത്തിനും എല്ലാ മീറ്റിങ്ങിനും കൊച്ചു പിള്ളേരെയും കൂടെ നിർബന്ധമായിട്ട് കൊണ്ടുവരുന്നത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്. അതിന് സഹോദരിമാർക്ക് ഇച്ചിരി ജോലി കൂടും. പിള്ളേരെ എല്ലാം ഒരുക്കി വല്ലതൊക്കെ ചാപ്പാടൊക്കെ കൊടുത്ത് സമയത്ത് യോഗത്തിന് കൊണ്ടുവരണം വലിയ പാടാണ്. അന്നേരം നമുക്ക് ചൊവ്വേ ഒരുങ്ങാനും ഒക്കത്തില്ല. ഉണ്ടല്ലോ, നമുക്കൊരു ഒരുക്കമൊക്കെ ഉണ്ടല്ലോ. പിള്ളേരുള്ളവർക്ക് ഒരുങ്ങാനൊക്കെ ഇല്ല. ഒക്കുവോ? ഒരുങ്ങിയിട്ട് കാര്യമില്ല, പിള്ളേർ ശരിയാക്കി തരുമല്ലോ. അന്ന് നീ ഉഴപ്പിയച്ച് ഇന്ന് നീ കരഞ്ഞുകൊണ്ട് കാര്യമില്ല. പിള്ളേര് പണക്കാരായ പോരാ,
പിള്ളേരെ സ്വർഗത്തിൽ പോകണം. പിള്ളേരെ ഡോക്ടറായ പോരാ, പിള്ളേരെ സ്വർഗത്തിൽ പോകണം. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണണം. എവിടെ കാണണം? ഒന്ന്, ഫാമിലി പ്രയറിൽ കാണണം. വാക്യെടുക്കാം, 127:6. ഈ 127 എന്നൊക്കെ പറയുന്നത് സങ്കീർത്തനാന്ന് അറിയാലോ. 66 കഴിഞ്ഞാൽ പിന്നെ സങ്കീർത്തന. 127 ഞാൻ പറയാം 128:6. ആരെങ്കിലും ഉറക്കെ വായിക്കാമോ? ആമേൻ. മതി, സമാധാനം ഉണ്ടാകട്ടെ. എന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ. മക്കളും ദൈവസഭയെ വന്നാലേ ഇസ്രായേലിൽ എന്തുണ്ടാകത്തുള്ളൂ? സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, എവിടെ കാണും? വാക്യം 3, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിതകൾ. അപ്പൊ മേശയ്ക്ക് ചുറ്റും ആദ്യം കാണണം എന്ന് പറഞ്ഞാൽ അത്താഴെങ്കിലും ഒരുമിച്ച് ഉണ്ണണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല പാസ്റ്റർ. ഇവിടെ if there is a will, there is a way. വേണമെങ്കിൽ സാധിക്കും. എല്ലാ ദിവസവും ഇല്ലേലും ആഴ്ചയിൽ ഒന്നൊക്കെ വേണം ചെയ്യാം. ഈ ഒരുമിച്ച് കഴിക്കാമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും. സ്തോത്രം. മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് ഡിന്നർ കഴിക്കണം. മറ്റൊരു മേശയാണ് കർത്തൃമേശ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും, തിരുവത്താഴത്തിന്റെ മേശയ്ക്ക് ചുറ്റും നിന്റെ മക്കൾ ഉണ്ടാവണം. മറ്റൊരു മേശയാണ് ആശയവിനിമയത്തിന്റെ മേശ. പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത് ടേബിളിലാണ്. 12 പേർക്ക് ഇരിക്കാവുന്ന, 24 പേർക്ക് ഇരിക്കാവുന്ന, 150 പേർക്ക് ഇരിക്കാവുന്ന വലിയ ടേബിളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. VIPs, മന്ത്രിമാർ, ടെക്നീഷ്യൻസ് സംസാരിക്കാൻ കൂടുന്ന ടേബിളിലാണ്. 3 മേശ: ഭക്ഷണമേശ, തിരുമേശ, ആശയവിനിമയ മേശ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും. വീട്ടിൽ ആശയവിനിമയത്തിന്റെ സമയമുണ്ടോ? വീട്ടിൽ ഡിസ്കഷൻ ഉണ്ടോ? ഈ കഴിഞ്ഞിടയിൽ ഒരു വാട്സപ്പ് ചിത്രം വന്നു. പണ്ടത്തെ ഓണക്കാലവും ഇന്നത്തെ ഓണക്കാലവും. പണ്ടത്തെ ഓണക്കാലത്ത് അയൽവക്കത്തെ പിള്ളേരും കൂടെ ഇപ്പുറത്തെ വീട്ടിൽ വന്ന് പേരെ കയറി കീഴോട്ട് ചാടി ഊഞ്ഞാല് കെട്ടി ആടി ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ കഴിക്കും. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ പോയി കഴിക്കും. ഇന്നത്തെ ഓണത്തിന് ഒരുത്തൻ മതിലെ ചാരിയിരുന്ന് മൊബൈലിൽ നോക്കും, മറ്റവൻ തൂണെ ചാരിയിരുന്ന് മൊബൈലിൽ നോക്കും, അന്നേരം അമ്മ കസേര ചാരിയിരുന്ന് മൊബൈലിൽ നോക്കും. ഫേസ്ബുക്ക് ഉണ്ട്, പക്ഷെ ഫേസ് ടു ഫേസ് ആരും നോക്കുന്നില്ല. എല്ലാവരും അന്തർമുഖരായി, മുഖത്ത് നോക്കി സംസാരിക്കുന്നവർ ഇല്ലാതെയായി. വീട്ടിലും അത് തന്നെ. ഒരു ചെറുക്കനെ പറ്റി കേൾക്കണം, ഇതെല്ലാം വീഡിയോയിൽ വരുന്നതാ. അവനിങ്ങനെ മൊബൈൽ സംസാരിച്ചോണ്ടാ വരുന്നേ. അവൻ വന്ന് മോട്ടോർ സൈക്കിൾ അവിടെ നിർത്തിയിട്ട് മൊബൈലിൽ തോണ്ടിക്കൊണ്ട് പോവുക. ഇങ്ങനെ വന്ന്
അവനൊരു വീടിന്റെ വാതിൽ തുറന്ന് അവനകത്തോട്ട് കയറി പോയി. അവന്റെ വീടല്ല, അയലൊക്കത്തെ വീടാ. അവിടെ ആ വീട്ടിലെ പെട്ടുകളിരുന്ന് പഠിക്കുന്നു, ചെറുക്കന്മാർ അപ്പുറത്തിരുന്ന് കളിക്കുന്നു. ഇവൻ നേരെ പോയി അപ്പുറത്തെ മുറിച്ച് കയറിയപ്പോ അവിടെ വേറെ രണ്ടുപേരാ താമസിക്കുന്നത്. ഇതിനകത്ത് നോട്ടം പെട്ടെന്ന് കണ്ണു നോക്കിയപ്പോ വീട്ടുകാരെല്ലാവരും കൂടി പിടിച്ചു. എന്നാ കേസെന്ന് ചോദിച്ചു. ക്ഷമിക്കണം ചേച്ചി, സുബോധം വന്നല്ല, അന്നേരമായിട്ടില്ല. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണണം. വീട്ടിൽ ആശയവിനിമയം ഉണ്ടോ? സമയമില്ല. എന്ന് സമയം ഉണ്ടാവും? കൊച്ചു പിള്ളേര് സംശയം ചോദിക്കുമ്പോഴേ അവരുടെ തലക്കിട്ട് ഇടിക്കരുത്. അവരുടെ സംശയമൊക്കെ തീർത്തു കൊടുക്കണം. സംശയം തീർക്കുന്ന സ്ഥലം വീടാണെന്ന് അവർ ചെറുപ്പത്തിലെ മനസ്സിലാക്കണം. ആശയവിനിമയം വീട്ടിൽ നടക്കണം. സ്വതന്ത്രം. ഒത്തിരി ചോദ്യം ചോദിക്കുന്ന പിള്ളേരുണ്ട്. അതെന്നാ, അത് കസേര, അതെന്തിനാ അവിടെ ഇട്ടിരിക്കുന്നത്, അത് ചുമ്മാ ഇട്ടതാ, ചുമ്മാ എന്തിനായിട്ടിരിക്കുന്നത്, ചുമ്മാതെ. അത്തരത്തിൽ ദേഷ്യമൊക്കെ വരും. എന്നാൽ ഈ ചോദ്യം ചോദിക്കുന്ന എന്തുണ്ടാണെന്നറിയോ? അതിന് നാക്കുള്ളോടാണ്. സംസാരശേഷി ഇല്ലെങ്കിൽ ഒരു വിഷയമില്ല, മന്ദബുദ്ധിയാണെങ്കിൽ ഒരു വിഷയമില്ല. വീട്ടിൽ ആശയവിനിമയം ഉണ്ടോ? വീട്ടിലെന്താ ആശയവിനിമയം? നാട്ടുകാരുടെ കുറ്റമല്ല, ദൈവവചനം. ഞായറാഴ്ച കേട്ട സന്ദേശം വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാൻ നല്ലതാ, നല്ലതാ. ഞാൻ എല്ലാ ദിവസവും രാവിലെ 10 മിനിറ്റിന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. കാനഡയിലൊക്കെ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. ആവശ്യമുള്ളവർക്കേ തരുള്ളൂ. ഇത് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയാം. കേൾക്കുന്നുണ്ടല്ലേ അയക്കുള്ളല്ലേ കട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്യാത്തവരൊക്കെ ഓർത്തോടെ കട്ട് ചെയ്യും. ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷെ എനിക്കിത് വളരെ പ്രധാനമാണ്. കോസ്റ്റ്ലി എന്ന് ഞാൻ പറയുന്നതിന് കാരണം, ഞാൻ രാത്രി വീട്ടിൽ വരുന്ന 12 മണിക്ക് ശേഷം. ഞാൻ കിടന്നാൽ പിന്നെ എഴുന്നേൽക്കുന്ന 8 മണിയാവും. അതുകൊണ്ട് ഞാൻ 12 മണിക്ക് വന്നേച്ച് ഇത് റെക്കോർഡ് ചെയ്ത് അയക്കും. രാത്രി 1 മണിക്ക് അയക്കുന്നത്. അയച്ചേ കിടക്കത്തുള്ളൂ. സ്വതന്ത്രം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ദൈവത്തിന്റെ വചനം മക്കളുമായിട്ട് പങ്കുവെക്കണം. ആ പ്രായത്തിൽ നീ അത് ചെയ്തില്ല. നിനക്കന്ന് കളിയായിരുന്നു, തിരക്കായിരുന്നു. ഒരുപാട് ഓടണ്ട, ഒരുപാട് തിരക്ക് കാണിക്കണ്ട. വെറുതെ ഒന്നും ഉണ്ടാവില്ല. ഒടിവ് വരും, വട്ടപൂജയായിരിക്കും, ഒന്നും കാണത്തില്ല. വലിയ പരാക്രമമൊന്നും വേണ്ട, ദൈവം നടത്തും. പട്ടിണിയൊന്നും കിടത്തുകയല്ല, ദൈവം വഴി തുറക്കും. ഒരുപാട് പരാക്രമമൊന്നും വേണ്ട. വിശ്വാസത്തിൽ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. പിള്ളേരെ സ്വർഗത്തിൽ കാണണം. ഭക്ഷണമേശ വളരെ പ്രധാനമാണ്. ആശയവിനിമയത്തിന്റെ മേശ അതിനേക്കാൾ പ്രധാനമാണ്. നിങ്ങളുടെ മക്കളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ആൺകുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഡാഡി ആയിരിക്കണം. പെൺകുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് മമ്മി ആയിരിക്കണം. തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചാ. പെൺകുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനും, മോന്റെ ബെസ്റ്റ് ഫ്രണ്ട് മമ്മിയും. എന്നാലും കുഴപ്പമില്ല. അതാ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? സ്തോത്രം. ആശയവിനിമയം നടക്കണം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും, കൂട്ടായ്മയുടെ മേശ, കർത്തൃമേശയ്ക്ക് ചുറ്റും അവരുണ്ടായിരിക്കണം. അവർ കാണണം, ഇതെന്താന്ന് അവരറിയണം. കൽക്കട്ട IIT എഞ്ചിനീയർ ഡോക്ടർ ജോൺസൺ. IIT-യിലൊന്ന് അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്നാന്ന് പഠിച്ചിട്ടുള്ളവർക്കറിയാം. IIT ഗ്രാജുവേറ്റ് ഡോക്ടർ ജോൺസൺ കൽക്കട്ട IIT പഠിക്കുന്ന കാലത്ത് ദൈവവിളി ഉണ്ടായി. അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. അത് വളർന്നു, അത്ഭുതകരമാവണ്ണം വളർന്നു. ആയിരക്കണക്കിന് ആളുകൾ സ്നാനപ്പെടുന്ന ഒരു കൂട്ടായ്മയായി മാറി. ഡോക്ടർ ജോൺസനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമേരിക്കയിലേക്ക് ജോലി കിട്ടി, പ്ലേസ്മെന്റ് കിട്ടി.
കാരണം ബ്രില്യൻ്റ് ആൾക്കാരായിരുന്നു. ഇവിടെ ഡാളസിൽ വന്നു, ടെക്സസിൽ വന്നു, കൽക്കട്ടയിലെ വേല വിട്ടില്ല. 2 മാസത്തിലൊരിക്കൽ ലീവ് എടുത്തു പോയി ആ വർക്ക് കണ്ടിന്യൂ ചെയ്തു. പിന്നീട് 6 മാസത്തിലൊന്ന് പോകാൻ തുടങ്ങി. വേല വളർന്നു. പുള്ളിക്കാരനോട് ദൈവം ചോദിച്ചു, നീ ചെയ്യുന്ന വേല എന്നാണെന്ന് നിന്റെ മക്കൾക്കറിയാവോ? നീ കിട്ടുന്ന കാശ് മുഴുവൻ ബംഗാളിൽ മുടക്കുന്നത് എന്തിനാണെന്ന് നീ പിള്ളേര് നാളെ ചോദിക്കില്ലേ? നിന്റെ പിള്ളേർക്ക് അറിയാവോ കൽക്കട്ടയിൽ നീ എന്ത് ചെയ്യുവാന്ന്? അതുകൊണ്ട് പിള്ളേരെ ഇത് പഠിപ്പിക്കണം. പിള്ളേരെന്ന് കൊച്ച പുള്ളി ഒരു കഠിന കാര്യം ചെയ്തു. 5 കൊല്ലാണെന്ന് തോന്നുന്നതോ 3 കൊല്ലമാണോ ലീവ് എടുത്തു. പിള്ളേരെ കൊണ്ട് കൽക്കട്ട വന്ന് താമസിച്ചു. 3 കൊല്ലം പിള്ളേർക്ക് ഹോം സ്കൂളിംഗ് കൊടുത്തു. ഇച്ചിരി വില കൊടുക്കണം. ഞാൻ ഈ പറയുന്നത് പ്രവചന ദൂത. നിങ്ങൾക്കറിയാമോ പള്ളികൾ വിറ്റോണ്ടിരിക്കുന്ന അറിയാവോ? ഞാൻ എന്റെ നാടൻ ഭാഷ പറയാം, നല്ല ഇടിവെട്ടു പള്ളികൾ. കള്ള് ഷാപ്പുകാർ മേടിച്ചോണ്ട് പോവുക. എന്നാ കാര്യം? പിള്ളേര് വരുന്നില്ല, നമുക്ക് വയസ്സുമായി. നല്ല പൈപ്പോറുകളൊക്കെ പിടിപ്പിച്ച് അവിടുത്തെ സ്വോത്രകാഴ്ച പാത്രം കണ്ടാൽ നമുക്ക് കൊതി തോന്നും. ഇത് ഉൾപ്പെടെ വിൽക്കുന്നു. പിള്ളേര് വരുന്നില്ല. താങ്ക് യു ജീസസ്. ഞാൻ ഈ കഴിഞ്ഞ മാസം അല്ലേ, എന്റെ മുമ്പിലത്തെ മാസം ലണ്ടനിൽ ചെന്നപ്പോ, ലണ്ടനിൽ ഇതുപോലെ ഒരു ചർച്ച മീറ്റിംഗ് നടത്താൻ, ഇതുപോലെ ഒരു മനോഹരമായ ചർച്ച. അതിന്റെ ബാക്ക് യാർഡിൽ 250 വർഷം പഴക്കമുള്ള സെമിത്തേരി, സായിപ്പുമാരെ അടക്കിയിരിക്കുന്ന മാർബിൾ കല്ലിൽ അവരുടെ പേരുകൾ എഴുതിയിരിക്കുന്ന സെമിത്തേരി. ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെ കിട്ടി? ഇത് ഭയങ്കര അത്ഭുത. ഈ നേഴ്സ് പിള്ളേരല്ലേ ഈ വരുന്നല്ല, വലിയ എഡ്യൂക്കേറ്റഡോ ക്വാളിഫൈഡ് ഒന്നും അല്ലല്ലോ. ജസ്റ്റ് നേഴ്സ് പിള്ളേർ ടെസ്റ്റ് എഴുതി വന്നതാണല്ലോ. അകത്ത് തീയുള്ളവർക്ക് ആരാധിക്കാതെ പറ്റുകയില്ല. അപ്പൊ എവിടെയൊക്കെ കൂടി ഇരുന്ന് സ്വോത്രം പറയാൻ തുടങ്ങി. അത് 10ആയി, 20ആയി, 30ആയി, 40ആയി, 50ആയി. അപ്പൊ വാടകയ്ക്ക് ഒരു ഹോൾ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ രാജ്യത്തിനും ഓരോ നിയമം ഉണ്ടല്ലോ. കൂടുതൽ ആൾ കൂടി കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്തില്ലേ പ്രശ്നമാവും. അപ്പൊ പിന്നെ ഒരു ചർച്ചായിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പൊ പിന്നെ നമുക്കൊരു ഹോള് മേടിച്ചാലോ? എല്ലാവർക്കും ചെറിയ ശമ്പളമേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്ന് കടം മേടിച്ച് വന്നാൽ അതെല്ലാം തിരിച്ചും കൊടുക്കണം. എന്നാലും ഒരു ഹോളിന് പ്ലാൻ ഇട്ടു. പരസ്യം കണ്ട് പലതും നോക്കി വന്നപ്പോൾ വലിയ പള്ളി, 2 ഏക്കറോ 3 ഏക്കറോ എത്രയോ ഏക്കറുള്ള പള്ളി വിൽക്കുക. അവരെ ഫോൺ ചെയ്തപ്പോ പറഞ്ഞു, അയ്യോ അത് പോയല്ലോ, ഞങ്ങള് റിയൽ എസ്റ്റേറ്റുകാർക്ക് കൊടുത്തെന്ന് പറഞ്ഞു. ഉടനെ ഇവര് പറഞ്ഞു, മാഡം ഒരു പ്രായമുള്ള അമ്മച്ചിയാ, ഞങ്ങളൊരു സഭ നടത്താനോ? സഭ നടത്താനോ? സഭയൊക്കെ അടച്ചു പൂട്ടുകളല്ലോ, ഞങ്ങൾ ഇന്ത്യൻസാ. ഓക്കെ, കട്ട് ചെയ്തോ, ഞാൻ തിരിച്ചു വിളിക്കാം. അവര് പെട്ടെന്ന് ബോർഡ് കൂടി തിരിച്ചു വിളിച്ചു. നിങ്ങൾക്ക് ചർച്ച് രജിസ്റ്റർ ചെയ്താണോ? അതെ. എങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഡീഡും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും കൂട്ടി എന്നെ വേണം കാണാൻ. ചെന്നു കണ്ടപ്പോൾ ഒരുപാട് നേരം ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ ഒരു 10 കോടി രൂപയെങ്കിലും അവര് വില പറഞ്ഞു. ഇവരെ കൊണ്ട് വാങ്ങാനൊന്നും പറ്റത്തില്ല. അത് വാങ്ങാൻ 2 കൂട്ടർ വന്നിട്ടുണ്ട്. ഒന്നൊരു ബാറുകാര്, ഒന്നൊരു മതത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവർ പറയുന്ന കാശ് മേടിക്കും. ഇവര് ബോർഡ് കൂടി ഒരൊറ്റ ചോദ്യം, ഇതാരാന്ന് എനിക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഉറപ്പ് തരാം. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങളുടെ സെമിത്തേരി സംരക്ഷിക്കുമോ? സംരക്ഷിക്കും. എന്നാ ഒരു പൈസ തരേണ്ട എടുത്തോളം. രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഓർത്തെ 300 കൊല്ലം മുമ്പ് എന്ത് കഷ്ടപ്പെട്ട് പണതാ. എന്ന സ്വപ്നങ്ങളും എന്ന അടിപൊളി ആരാധന നടത്തിയതാ. തലമുറ പോയി. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭയിൽ ഒരു ചെറിയ എക്സിക്യൂട്ടീവ് ആയിരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഒരു സ്തോത്രാഴ്ച പാത്രം എടുത്തോണ്ട് പോണത് ഭയത്തോടെ വേണം.
ഞാൻ ഈ പുസ്തകം എടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന വിറയ്ക്കുന്ന കൈകളോടുകൂടിയാ ദൈവസഭയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് നിലനിർത്തണം. Thank you, Lord. Hallelujah. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണണം. അങ്ങനെയാണെങ്കിൽ തലമുറ ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ 7 കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെ ശ്രദ്ധ മങ്ങുന്നത് വരെ പറയും. എനിക്ക് ഇഷ്ടം പോലെ സമയം തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് ഉറക്കം വന്നു കഴിയുമ്പോൾ ഞാനങ്ങനെ നിർത്തും. ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് വരുന്നുണ്ട്, അത് സാരമില്ല, മാറിക്കോളൂ. മുഖവരി ആയോട്ടാ. ഒന്ന്, തലമുറയെ കാണുക. അതാണ് 128:6 എന്ന് പറഞ്ഞാൽ മനസ്സിൽ അവരെ കാണണം. പ്രാർത്ഥിക്കുമ്പോൾ കാണണം, ആരാധിക്കുമ്പോൾ കാണണം, കർത്തൃമേശ എടുക്കുമ്പോൾ കാണണം, വഴക്കുണ്ടാക്കുമ്പോഴും കാണണം. ഒടുവിൽ പറഞ്ഞ് കേട്ടായിരുന്നു, വഴക്കുണ്ടാക്കുമ്പോഴും കാണണം. ഏത് വഴക്കാ പാസ് ഉദ്ദേശിച്ച? വീട്ടിലെ വഴക്ക്, സഭയിലെ വഴക്കും കൂട്ടിക്കോ. നാട്ടിൽ 3 പിള്ളേരെ സഭായോഗം കളിച്ചു. കൊച്ചു പിള്ളേരെ ഇങ്ങനെ സഭായം കളിക്കില്ല. ഞങ്ങളുടെ കൊച്ചൊക്കെ ഇങ്ങനെ കൈ കൊട്ടുക, ഒരു പാത്രത്തിനകത്ത് 2-3 കല്ല് പെറുക്കി ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക. സഭായം കളിക്കുന്ന ഇതുപോലെ 2-3 പിള്ളേർ സഭായം കളിക്കുക. യോഗം കഴിഞ്ഞു ഭയങ്കര കയ്യടി, പ്രസംഗം, മേശക്കിട്ട് ഇടി. അപ്പൊ അമ്മ ചെന്ന് ചോദിച്ചു, എന്നാണ്? സഭായോഗം. അപ്പൊ സന്തോഷമായോ? നല്ല പിള്ളേരാണല്ലോ. പിന്നെ 1 അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഇടി, ബഹളം, വായി വരുന്നൊക്കെ പറയൂ, നിന്നെ ഞാൻ കണ്ടോളാം, നീ ആരാന്ന് എനിക്കറിയാം. ഇപ്പൊ എന്നാടാ സഭായോഗം കഴിഞ്ഞുള്ള പരിപാടിയാണ്. കമ്മിറ്റി മക്കളെ കാണണം, പ്രാർത്ഥിക്കുമ്പോൾ കാണണം, ആരാധിക്കുമ്പോൾ കാണണം, കർത്തൃമേശ എടുക്കുമ്പോൾ കാണണം, കമ്മിറ്റി കൂടുമ്പോഴും കാണണം. കാണണം, മനസ്സിൽ കാണണം. ഭാര്യയും ഭർത്താവുമായി ഷൗട്ട് ചെയ്യുമ്പോൾ പിള്ളേരെ കാണണം. ഭാര്യ ഭർത്താവിനോട് ഷൗട്ട് ചെയ്യുമ്പോഴും ഭർത്താവ് ഭാര്യയോട് ഷൗട്ട് ചെയ്യുമ്പോഴും പിള്ളേരുടെ രൂപം മനസ്സിൽ വരണം. പിള്ളേര് നാളെ ഇതൊക്കെ ചെയ്യാലോ അല്ലേ? നിന്റെ മക്കൾ കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നതേ നീ വിതയ്ക്കാവുള്ളൂ. കേൾക്കുന്നുണ്ടോ? നിന്റെ മക്കൾ കൊയ്യണം എന്ന് ആഗ്രഹിക്കുന്നതേ നീ വിതയ്ക്കാവുള്ളൂ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തോട്ടെ. കാണണം. നമ്പർ 2, പ്രാർത്ഥിക്കണം. 3 തലമുറ ദൈവസന്നിധിയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 3ാമത്തെ കാര്യം പ്രാർത്ഥിക്കണം. നിങ്ങൾ എഴുതിയെടുക്കാനാണ് ഞാൻ ഈ പതുക്കെ നീക്കുന്നത്. ഇയ്യോബ് 1:5. ആരാ വായിക്കുന്നേ? സ്തോത്രം, 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 സ്തോത്രം.
വചനം ഒന്നുകൂടെ കേട്ടെ, ബോർഡിലുണ്ടല്ലോ. വിരുന്ന് നാൾ വട്ടം തികയുമ്പോ. അതെന്തോ പരിപാടിയാ? അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസം. ഇവർക്ക് ഫാമിലി ഡേ ഉണ്ടായിരുന്നു. അന്ന് ചേട്ടനെ, അനിയനെയും പെങ്ങളെ എല്ലാം വിളിക്കും, ബാർബിക്യൂ. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പാസ്റ്ററെ. എല്ലാവരുടെ കൂടി ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി യോവന്റെ മക്കൾക്കുണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഞങ്ങളെല്ലാം ഇവിടെ ഉള്ളപ്പോഴാണ് ഞങ്ങളെല്ലാം കൂടെ വിളിച്ചോ, കുഴപ്പമില്ല. ഇങ്ങനെ ഓരോ വീട്ടിൽ ഇവരിടയ്ക്ക് കൂടും. ഫാമിലി റിലേഷൻ സ്ട്രോങ് ആക്കാൻ അത് നല്ലതാണ്. നമ്മളാവുമ്പം പിന്നെ ആ കൂടെ പ്രാർത്ഥിക്കുകയൊക്കെ കൂടെ ചെയ്യുമല്ലോ കഴിക്കുന്നതിന് മുമ്പെങ്കിലും. അപ്പൊ അത് നല്ലതല്ലേ, ഒരു കുഴപ്പമില്ല. ഒന്നും അധികമാകാതിരുന്നാ മതി. ഇങ്ങനെ കൂടി ഭക്ഷണം കഴിക്കും. യോബിന്റെ മനസ്സിലൊരു ഭയം. ഇങ്ങനെ എല്ലാ വീട്ടിലും എത്തിക്കഴിയുമ്പോൾ യോബിനൊരു ചിന്ത, ഇത് പോരല്ലോ, ഇത് പോരല്ലോ, ഒരു യാഗവും കൂടെ കഴിക്കണ്ടേ. വാക്യം ശ്രദ്ധിച്ച്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും. വിശുദ്ധനായ ദൈവപുരുഷന്റെ മനസ്സിലൊരു തോന്നൽ. എന്താ തോന്നല്? പറ. മക്കൾ പാപം ചെയ്തിരിക്കും. എന്താണ് ചിന്തിക്കാൻ കാര്യം? വിശുദ്ധിയിൽ ജീവിക്കുന്നതിനേക്കാൾ എളുപ്പം അശുദ്ധിയിൽ ജീവിക്കുന്നതാണ്. വേർപെട്ട് ജീവിക്കുന്നതിനേക്കാൾ എളുപ്പം ലൂസായിട്ട് ജീവിക്കുന്നതാണ്. വചനപ്രകാരം ജീവിക്കണമെങ്കിൽ ഇച്ചിരി റിസ്ക്കാണ്. വേർപെട്ട് ജീവിക്കണമെങ്കിൽ ഇച്ചിരി റിസ്ക്കാണ്. പെന്തക്കോസ്തുകാരനായി ജീവിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ യോബിനറിയാം, ഈ ചെറുപ്പക്കാരല്ലേ, അവർ പോകുന്ന രീതികളെല്ലാം പലതല്ലേ, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമുള്ളൂ. കോടാനകോടി സ്വത്തിന്റെ ഉടമയായി യോബ്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് യോബിന്റെ പുസ്തകം വായിച്ചു നോക്കി. എന്തോരു വലിയ ധനികനാണെന്നറിയാം. പക്ഷെ പുള്ളിയുടെ സ്വപ്നം, എന്റെ പിള്ളേര് പാപം ചെയ്യരുത്. ധനവാനാണ്, പക്ഷെ അയാളുടെ ഭയം, എന്റെ പിള്ളേര് പാപം ചെയ്യുവോ. നമ്മളെ അങ്ങനെ ഒരു ഭയം അലട്ടുന്നുണ്ടോ? നമ്മളെ അലട്ടേണ്ടതല്ലേ? അവർക്ക് എത്ര പ്രായമായാലും നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വേണം. അവര് പാപം ചെയ്യരുത്, അവർ ദൈവത്തെ വിട്ടു പോകരുത്, അവർ ആരാധന മുടക്കരുത്, അവർ അഭിഷേകം പ്രാപിക്കണം, അവർ ആത്മാവിൽ നിറയണം, അവർ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കണം. എന്റെ കർത്താവേ, എന്റെ പിള്ളേര് നിന്റെ കൃപയിൽ നിൽക്കണേ, എന്റെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിൽക്കണേ, എന്റെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിൽക്കണേ. യോബ് എന്ത് ചെയ്തെന്നറിയാമോ? എല്ലാത്തോടും വരാൻ പറഞ്ഞു. ഇങ്ങനെ ഇറങ്ങി നടന്ന് കഴിച്ചാൽ പോരാ, വീട്ടോട്ട് പോവാ. ഓരോന്നിന്റെ പേരിൽ ഓരോ യാഗം. ഈ വചനം എന്നോട് ശക്തമായി ഇടപെട്ടു. ഇന്നത്തെ യാഗം എന്തുവാ? സ്തോത്രയാഗം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ചെലവുള്ള യാഗം എന്താ? വ്യാഖ്യാനം തെറ്റിയാലും എന്റെ ചിന്ത ഞാൻ പറയാം. ഒരു കൊച്ചിനു വേണ്ടി ഒരു ദിവസം ഉപവസിക്കുക, ആഴ്ച അടുത്ത കൊച്ചിനു വേണ്ടി മറ്റൊരു ദിവസം ഉപവസിക്കുക. വെറുതെ ഒരു സ്തോത്രം പറഞ്ഞാൽ യാഗമൊന്നും ആകത്തില്ല, ചെലവുണ്ട് യാഗത്തിന്. അടുത്ത കൊച്ചിനു വേണ്ടി അടുത്തൊരു ദിവസം ഉപവസിക്കുക. അയ്യോ, അങ്ങനെയാകുമ്പോ ആഴ്ച മുഴുവൻ പട്ടിണിയാവുമല്ലോ പാസ്റ്ററെ. എന്നാണ് മാസത്തിലൊന്നും ചെയ്യാവോ? എത്ര മക്കളുണ്ട്? ഒരുപാട് പിള്ളേരൊന്നും ഇല്ലല്ലോ. മാസത്തിൽ ഒരു ഫാസ്റ്റിംഗ് ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്യാവോ? ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ആരും ചത്തു പോകത്തില്ല.
ഉപവസിച്ചിട്ടൊന്നും ആരും മരിക്കുകയില്ല. പക്ഷെ കഴിച്ചു മരിക്കുന്ന ഒരുപാട് പേരുണ്ട്. താങ്ക് യു ജീസസ്. എന്നോട് പറഞ്ഞ എന്റെ പൊന്നു പാസ്റ്ററെ കഴിച്ചു പോകുക എന്നാ പറഞ്ഞത്. എനിക്കറിയാം ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടണേ പ്രത്യേക കൃപ വേണം. കാരണം അതുപോലെ ടേസ്റ്റ് അല്ലേ സാധനങ്ങൾ. ഫാസ്റ്റ് ചെയ്യണം കേട്ടോ, ഫാസ്റ്റ് ചെയ്യണം. യോബ് ഓരോ മക്കളുടെയും പേരിൽ യാഗം. ദൈവം എന്നോട് ഇടപെട്ടു, നീ ഈ ചർച്ചിന്റെ പാസ്റ്ററാണ്, ഈ ചർച്ചിലെ കുടുംബങ്ങൾ നിന്റെ മക്കളാണ്, ഈ മക്കൾക്ക് വേണ്ടിയും നീ അത് ചെയ്യണം. ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുക. ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ഫുൾ ഡേ ചർച്ചിൽ അനൗൺസ് ചെയ്തിരിക്കുക. ലിസ്റ്റ് ഉണ്ടാക്കി ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ദിവസം. സഭ മൊത്തം വരരുത്. ഞാനും എൻ്റെ 2 സഹശുശ്രൂഷകന്മാരും ഞങ്ങൾ അവിടെ പോയിരിക്കും. അന്ന് ആ വീട്ടിലുള്ള മുഴുവൻ പേര് ലീവ് എടുക്കണം. അന്ന് ആ വീട്ടിൽ ഞങ്ങൾ 10 മണിക്ക് കൂടും. 11, 12, 1 മണിയോ 2 മണിയോ 3 മണിയോ വരെ പ്രാർത്ഥിക്കും. ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോയാൽ ഇവർ പ്രാർത്ഥനയ്ക്കിരിക്കുകയല്ല, കൂടെ കൂടെ കടുക് പൊട്ടിക്കാൻ അകത്തോട്ട് പോകും. അതിന്റെ മണം കാരണം പിന്നെ നമുക്ക് ആ ഏകാഗ്രത കിട്ടത്തൂല്ല. അവിടെ അന്നത്തെ ദിവസം ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ പോയി കഴിച്ചു സ്ട്രിക്റ്റാ നടന്നിരിക്കുക. പകുതി ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇനി ചെന്നിട്ടേ ചെയ്യത്തുള്ളൂ. എനിക്ക് മനസ്സിലായി ഈ സഭയിൽ വലിയ പ്രസംഗമൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പക്ഷെ ഇത് തുടങ്ങിയപ്പോൾ കത്താൻ തുടങ്ങി. ഇത് തുടങ്ങിയപ്പോൾ തീ കത്താൻ തുടങ്ങി. 77 വയസ്സുള്ള ഒരു അപ്പച്ചൻ ആ പ്രാർത്ഥനയിൽ അഭിഷേകം പ്രാപിച്ചു. 70 വയസ്സ് കഴിഞ്ഞ അപ്പച്ചൻ ആ പ്രാർത്ഥനയിൽ 6 പേരിരിക്കുന്ന പ്രാർത്ഥനയിൽ അഭിഷേകം പ്രാപിച്ചു. നടന്നുകൊണ്ടിരിക്കുക. ചെന്നിട്ട് ബാക്കി ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു? സ്തോത്രം. നമ്മൾ എന്ത് ചെയ്തു? പിള്ളേരെ അഭിഷേകം പ്രാപിക്കാൻ നിങ്ങൾ ഉത്സാഹിപ്പിച്ചിട്ടുണ്ടോ? വചനം ധ്യാനിക്കാൻ അവർക്ക് ഉത്സാഹം വരണമെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറയാം. അഭിഷേകം പ്രാപിച്ചാൽ മതി. അഭിഷേകം പ്രാപിച്ചാൽ പിന്നെ വചനം വായിച്ചോളൂ. പുസ്തകം താഴെ വെക്കത്തില്ല. ആരാധനയ്ക്ക് അവർ മുമ്പേ വരും. അഭിഷേകം പ്രാപിച്ച ഇതാണ് ഇതിന്റെ തന്ത്രം. ഏത് പിശാച് എല്ലായിടത്തും അപ്ലൈ ചെയ്തു. അഭിഷേകം പ്രാപിക്കുന്നില്ല ആരും. അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. ആരെങ്കിലും പറയുകയാണെങ്കിൽ പ്രാപിക്കേണ്ട എന്നുള്ള ഒരു ഏകദേശ ധാരണയിലാണ് പറഞ്ഞു വെക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? അതിനെ ഗ്രീക്കും ഹീബ്രു ഒക്കെ പറയും. പറഞ്ഞു കാത്തിരിക്കണ്ട, പ്രാപിക്കണ്ട, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് സംഭവം ഇല്ലാണ്ട് എന്തൊരു കഷ്ടമാണ് നോക്കണേ. ഹല്ലേലൂയ. യോബ് യാഗം കഴിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, തലമുറ ദൈവത്തിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി യാഗം കഴിക്കണം. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അതിന് ജീവൻ കിട്ടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഉണ്ടായ സങ്കടം, നൊമ്പരം ഇപ്പൊ കേട്ടില്ലേ? അതിനേക്കാൾ വലിയ നൊമ്പരമുള്ള ഒരു വീടിരിപ്പുണ്ട്. എന്തിനാണെന്നറിയാവോ? പിള്ളേരെ കൃപയിൽ നിൽക്കാഞ്ഞിട്ട്. ഏതാ വലിയ നൊമ്പരം? താങ്ക് യു ജീസസ്. നിങ്ങൾ അവർക്ക് വേണ്ടി ഉപവസിക്കണം. നമ്പർ 3 3 തലമുറയെ കാണുക ദൈവസന്നിധിയിൽ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. 3ാമത്തെ കാര്യം, ടീച്ച് ദം, അവരെ പഠിപ്പിക്കുക. സദൃശ്യവാക്യങ്ങൾ 22:6. അത്രയും മതി. നടക്കുന്ന വഴിയല്ല, പിന്നെ നടക്കേണ്ട വഴി.
നടക്കുന്ന വഴിയുണ്ട്, നടക്കേണ്ട വഴിയുണ്ട്. നടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ അതാത് നാട്ടിലെ കൾച്ചർ. നടക്കേണ്ട വഴി എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡ്. നടക്കേണ്ട വഴിയുണ്ട്, നടക്കേണ്ട വഴി. സ്തോത്രം, 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 സ്തോത്രം. അത് പിള്ളേർക്കറിയില്ല. പിള്ളേരെ സ്വാധീനിക്കുന്നത് കൂട്ടുകാരാണ്. നീ അത് അവരെ പഠിപ്പിക്കണം. മോനെ, ഇതല്ല നമ്മുടെ വഴി. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ പിള്ളേര് ചോദിക്കും, പപ്പായും മമ്മിയും ഒന്ന് നടന്ന് കാണിക്കും. ഞണ്ട് ഇപ്പൊ ഹോട്ടലിലൊക്കെ കിട്ടുമല്ലേ, ഞണ്ട് ഫ്രൈ ചെയ്തൊക്കെ കിട്ടുകയല്ലേ? അത് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? സൈഡിലോട്ടാണ്, കണ്ണു മുമ്പോട്ടാണ്, നടപ്പിടത്തോട്ടും വലത്തോട്ടും, നേരെ പോവുകയില്ല. ഒരു പ്രായമായ ഞണ്ട് പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വർഷങ്ങളായി നമ്മൾ മോനെ ഇങ്ങനെ ഒരു കുഴപ്പം നമ്മുടെ കുടുംബത്തിലുണ്ട്, സൈഡ് വരിക, അതുകൊണ്ട് നമുക്കിതൊന്ന് മാറ്റണം. നിങ്ങൾ എല്ലാം തൊട്ട് മുമ്പോട്ട് മുമ്പോട്ട് കാലി വെക്കണം. പിള്ളേരെ പറഞ്ഞു, അമ്മ പറയുകയാണ് ഞങ്ങൾ ചെയ്യാം. പിള്ളേരെ ട്രൈ ചെയ്തിട്ടും സൈഡിലോട്ടാണ് പോകണം. ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഇങ്ങോട്ടങ്ങ് പോവുക. ഒടുവിൽ മൂത്ത ഞണ്ട് കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മയൊന്ന് കാണിക്കാമെങ്കിൽ ഞങ്ങൾ നോക്കാം. അതോടുകൂടെ ആ കോഴ്സും അവസാനിച്ചു, പിരിച്ചു വിട്ടു. നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കണമെങ്കിൽ നമ്മൾ നടന്നു കാണിക്കണം. എന്തൊക്കെ പഠിപ്പിക്കണം? എന്തൊക്കെ പഠിപ്പിക്കണം? A, B, C, D 4 കാര്യം. 1, അപ്പോൾ ആവർത്തന പുസ്തകം. 4, 9. ആ ആ ആ അടുത്തത്. ആ അപ്പൊ ആരോടൊക്കെ ഉപദേശിക്കണം? 3 തലമുറയോട്. കേട്ടല്ലോ? മക്കളോടും. പ്രിയപ്പെട്ടവരെ, ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മക്കളെയും എൻ്റെ കൊച്ചുമക്കളെയും നിന്റെ സത്യങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് ആരോഗ്യവും എനിക്ക് സുബോധവും എനിക്ക് ദൈവകൃപയും തരണമേ. ഞാൻ വചനമാണ് നിങ്ങളോട് പറയുന്നത്. നിന്റെ മക്കളെയും അവരുടെ മക്കളെയും നീ അത് ഉപദേശിക്കും. ഇനി വാക്യത്തിൽ നോക്കിയിട്ട് പറ, എന്ത് പഠിപ്പിക്കണം? എന്ത് പഠിപ്പിക്കണം? വാക്യത്തിൽ ഒന്ന് നോക്കി. കണ്ണാലെ ഡിവൈൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൽ നിന്ന് നിനക്കുണ്ടായ അനുഭവങ്ങൾ നിന്റെ മക്കളെയും അവരുടെ മക്കളെയും പഠിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ദൈവമാണ് പപ്പായെ ഇവിടെ എത്തിച്ചത്. മക്കളെ, ദൈവമാണ് മമ്മിയെ ഇവിടെ എത്തിച്ചത്. ഞങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ മക്കളെ നിങ്ങൾക്കറിയില്ല. സഹായിക്കാൻ ആരുമില്ലായിരുന്നു. കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കരഞ്ഞപ്പോൾ വീട്ടിലിറങ്ങി വന്ന് കണ്ണുനീരൊപ്പിയ ദിവസങ്ങൾ ഞങ്ങൾക്കുണ്ട് മക്കളെ എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കണം. അവർക്കിഷ്ടപ്പെടുകയില്ല, പിന്നെയും പിന്നെയും പറയണം, പിന്നെയും പിന്നെയും പറയണം. അവരുടെ മനസ്സിൽ കയറും, ഒരു ദൈവമുണ്ട് കേട്ടോ, പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്, കരഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്,
കണ്ണുനീര് കണ്ട മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ദൈവം എപ്പോഴെങ്കിലും ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടോ? ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടോ? കണ്ണുനീരൊപ്പിയിട്ടുണ്ടോ? അത് നീ പിള്ളേരോട് പറയണം, പറയണം, പറയണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും പറയണം, 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 പറയണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അങ്ങനെ പറയുമ്പോൾ അവര് ദൈവത്തെ കണ്ടിട്ടില്ലെന്നേ. അവർ കണ്ടിട്ടില്ല, അവർ ദൈവത്തെ കണ്ടിട്ടില്ല. ലണ്ടനിൽ ഒരു സഹോദരി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലിന് നീര് കയറി. അവരുടെ സാക്ഷ്യം ഞാൻ വാട്സപ്പ് മെസ്സേജ് അയച്ച കൂട്ടത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് പലർക്കും. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് ഊരാൻ പറ്റിയില്ല, അതുപോലെ നീരായിപ്പോയി. നല്ല ഹാപ്പി ഫാമിലി, ഹെൽത്തി ഫാമിലി, വെൽ സെറ്റിൽഡ്, നല്ല വീട്. പെട്ടെന്ന് എല്ലാം അസ്തമിച്ചു. യാക്കോബക്കാരാ, പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പിടികിട്ടുന്നില്ല, എന്തോ വലിയ കുഴപ്പമാണ്. ഡോക്ടേഴ്സ് ഓടിക്കൂടി, ലണ്ടനിലുള്ള മെയിൻ ഡോക്ടേഴ്സ് ഓടിക്കൂടി. ദീർഘദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു, നിങ്ങളുടെ കിഡ്നിയെ നിങ്ങളുടെ ബോഡി റിജക്റ്റ് ചെയ്യുക, പുതിയൊരു രോഗം. എന്തിനാ, അതെല്ലാം പറയാൻ സമയമില്ല. അവർ മരിച്ചു പോകാൻ 1 മാസം മാക്സിമം. ചെറുപ്പക്കാര് ഫാമിലി, 2 കുഞ്ഞു പിള്ളേര്. നാട്ടിൽ നിന്ന് അമ്മയെ വരുത്തി. കട്ടിലേന്ന് താഴെ വീണ വീടും പോകും എന്നോർത്ത് തറയെ കിടത്തിയിട്ട് ഭർത്താവും മക്കളും അമ്മയും ചുറ്റും കിടക്കുക. ദിവസങ്ങൾ പലത് കടന്നുപോയി. പകല് ആഫ്രിക്കയിലുള്ള ഒരു ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്ന ദൈവദാസന്റെ ശുശ്രൂഷ ടി വിയിൽ കണ്ടു. പകല് മുഴുവൻ കിടന്ന് കരയുമ്പോൾ ടി വി ചുമ്മാ വെക്കും. വിശ്വാസികളല്ലല്ലോ. പക്ഷെ അവിടെ ഒരു ബ്ലാക്ക് പാസ്റ്റർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഡൻ ഹീലിംഗ് നടക്കും. ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അവർ പറഞ്ഞു, യേശുവേ, നിനക്ക് മുഖപക്ഷം ഉണ്ടോ? എന്നെ കൂടെ സൗഖ്യമാക്കാൻ മേലേ. പകലും രാത്രിയും പ്രാർത്ഥിച്ചു. നമ്മുടെ ആൾക്കാർ ഈ ഹീലിംഗ് മിനിസ്ട്രിയെ കണ്ടേച്ച് കളിയാക്കും, കുറ്റം പറയും. ഒന്നുകൂടെ ആലോചിച്ചിട്ടേ പറയാവുള്ളൂ കേട്ടോ. നിനക്ക് PhD ഉള്ളത് നല്ലതാ, പക്ഷെ ചാടിക്കേറി ദൈവത്തിന്റെ പ്രവൃത്തികളെ നിന്ദിക്കരുത്. ആവശ്യം വരും ഒരു ദിവസം. പ്രാർത്ഥിക്കുന്നവരെ തേടും. ഹീലിംഗ് മിനിസ്ട്രി നിനക്ക് വേണ്ടി വരും. സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കണോ? ടി വി കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ആ ശരീരത്തിലൊരു പവർ വ്യാപരിച്ചു. അവർ ചാടി എഴുന്നേറ്റു. അവർ ഭർത്താവിനോട് പറഞ്ഞു, ഓവർ ഡോസ് മരുന്ന് കഴിച്ചിട്ട് എന്തോ കുഴപ്പം പറ്റിയതാന്ന് പറഞ്ഞു. ഏതായാലും ഡോക്ടറെ കാണാൻ പോയി. ഒരു ഈജിപ്ഷ്യൻ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഓവർ ഡോസ് മരുന്നിൻ്റെയാ, ബുദ്ധി മറിഞ്ഞു പോയതാന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരത്തി ചിരിക്കുക, എന്റെ പോന്റെ സാറേ, എനിക്കൊരു അസുഖവും ഇല്ല, യേശു എന്നെ സൗഖ്യമാക്കി. ഉടനെ ഡോക്ടർ പറയാ, അങ്ങനെ ഒരാളില്ല. എങ്ങനെ ഒരാള്? യേശു എന്നൊരാളില്ല. ഇങ്ങനെ പറയുന്ന മിടുക്കന്മാരുടെ നാട്ടിലാ യേശു ജീവിക്കുന്നു എന്ന് പറയാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. ഹല്ലേലൂയാ. കരങ്ങളെ തട്ടി 1 മിനിറ്റ് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ ആ വീട്ടിൽ താമസിച്ചു ഒരാഴ്ച. എനിക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്ന എനിക്ക് വലിയ സന്തോഷമാണ്. ദൈവത്തെ കണ്ട മനുഷ്യർ, ദൈവത്തെ തൊട്ട മനുഷ്യർ, അവരെ എനിക്കിഷ്ടം. സ്തോത്രം. ഹല്ലേലൂയ. ആ സ്ത്രീ ഇപ്പം ചെയ്യുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം ഫുൾ ഡേ പ്രാർത്ഥനയിലിരിക്കും. പിള്ളേരെയും ഭർത്താവിനെയും ഒക്കെ വിളിച്ചിരുത്തും. പിള്ളേർ സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്ക് അവർ നന്ദി പറയും. നിനക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നിന്റെ തലമുറയെ പഠിപ്പിക്കണം.
ബി, എന്ത് പഠിപ്പിക്കണം? ആവർത്തനം 6:6. 6:6. ആ, ഇരിക്കണം. സമയം ലാഭിക്കാം. മക്കളെ എന്ത് പഠിപ്പിക്കണം? വചനം പഠിപ്പിക്കണം. എവിടെ വെച്ച് പഠിപ്പിക്കണം? വീട്ടിൽ വെച്ച് പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? ഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കണം. എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്, ഞാനൊന്നും കൂട്ടി പറയുന്നില്ല. വീട്ടിൽ വെച്ച് പഠിപ്പിക്കണം, ഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കണം, വീട്ടിലെ കുടുംബനാഥം പഠിപ്പിക്കണം. എവിടെ വെച്ച് പഠിപ്പിക്കണം? വീട്ടിൽ വെച്ച് പഠിപ്പിക്കണം. ആര് പഠിപ്പിക്കണം? കുടുംബനാഥം പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? ഹാർട്ടിൽ നിന്നെടുത്ത് പഠിപ്പിക്കണം. നിങ്ങളൊന്ന് നോക്കിയേ, ഞാൻ ഈ പറഞ്ഞ ശരിയാണോ? വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അപ്പൊ ആദ്യം വചനം എവിടെ കയറണം? അപ്പന്റെ അമ്മയുടെ ഹാർട്ടിൽ കയറണം. എന്നിട്ട് മക്കൾക്ക് കൊടുക്കണം. എവിടുന്ന് കൊടുക്കണം? ഹാർട്ടിൽ നിന്ന് കൊടുക്കണം. എന്റെ പാസ്റ്റർ, ഇതൊക്കെ എങ്ങനെയാ? സ്വതന്ത്രം സ്വതന്ത്രം. ഈ സഭയിൽ ഇച്ചിരി നേരം പ്രബോധിപ്പിക്കാൻ സമയം കിട്ടിയ എല്ലാവർക്കും സന്തോഷമാണ്. ഞാൻ പറയുന്നത് വീട്ടിലൊന്ന് തുടങ്ങുന്നേ. വീട്ടിലൊന്ന് തുടങ്ങ്. വീട്ടിലൊരു 15 മിനിറ്റ് പ്രബോധനം പറ. ആര് കേൾക്കാനാ? ആര് കേൾക്കാനാ? വല്ല കിളിയൊക്കെ വളർത്തുന്നുണ്ടെ അത് കേട്ടെങ്കിലായി. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൽ പ്രബോധനം പറയണമെന്ന് ആഗ്രഹമുള്ള 3-4 പേര് എന്നോട് ഇങ്ങനെ എപ്പോഴും പറയും. ഞാൻ പറഞ്ഞു, നമുക്ക് നിങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു പരസ്യവും വെക്കാം, അവിടെ അങ്ങ് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. അത് നിർത്തി. സ്വോത്രം. കാരണം കവല എന്ന് പറയാനുള്ള ഗഡ്സ് ഇല്ല. എന്നാലും ചർച്ചിൽ പറയാൻ സമയമുള്ളപ്പോൾ പറഞ്ഞു കേട്ടോ, നല്ലതാ. വീട്ടിലൊന്ന് പറയണോ? നീ വീട്ടിൽ പറയണം. ആദ്യത്തെ ബൈബിൾ സ്കൂൾ വീടാ, ആദ്യത്തെ സെമിനാരി വീടാ. നിന്റെ മകൻ ദൈവവചനം പഠിക്കേണ്ടത് നിന്റെ വീട്ടിൽ നിന്നാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സി സങ്കീർത്തനം 34:11. മക്കളെ, ഞാൻ പറയുന്ന കേൾക്കണേ. യഹോവയുടെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവഭയം. ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം. അപ്പം മക്കളെ പഠിപ്പിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്നാണ്? ദൈവഭയം. ഉറക്കെ പറഞ്ഞാട്ടെ. ദൈവഭയം. എനിക്ക് ഒത്തിരി പറയാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ദൈവഭയമില്ലാത്തൊരു കാലം വന്നിരിക്കുക. ദൈവഭയം ഇല്ലാതെ വന്നത് എങ്ങനെയാ? ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഞാൻ ആരാധനയ്ക്കിടെ വർത്താനം പറയുകയാണെങ്കിൽ എൻ്റെ പിള്ളേര് അത് കാണുകയല്ലേ? കാണും. അപ്പം പിന്നെ അവരോട് ഞാൻ ദൈവത്തെ ഭയപ്പെടണമെന്ന് പറഞ്ഞാൽ ഭയപ്പെടുവോ? ഇല്ല. ഞാൻ ദൈവസഭയെയും ദൈവസന്നിധിയെയും ഭയപ്പെടുകയാണെങ്കിൽ എൻ്റെ മക്കൾക്കും എന്തുണ്ടാവും? ദൈവഭയം ഉണ്ടാവും. ഇപ്പം ആരാ ഇത് പറയുന്നത്? 34:11 ആരാ പറയുന്നത് നോക്കി? ഉറക്കെ പറ. ഡേവിഡിന് ഇത് പറയാൻ യോഗ്യതയുണ്ടോ? 2 ശമൂവേൽ 6:9. കറക്റ്റ് വായനയാ. അത്രയും മതി. ചിലർ ഈ അതിലൊക്കെ എല്ലാം കൂടെ വായിക്കും. നമുക്ക് ആ പോയിന്റ് കിട്ടിയാൽ മതി. ടു ദ പോയിന്റ്. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു. ഇനി നിങ്ങൾ പറ, എന്ന് എല്ലാവരും കേൾക്കണം, നന്നായിട്ട് കേൾക്കണം. പെട്ടകം വെച്ച വീട്ടിലെ ചെറുക്കൻ പെട്ടകത്തെ തൊട്ട് തട്ടിപ്പോയി. ഭയത്തോടെ ഞാൻ പറയുന്നത്. അത് കണ്ടപ്പോ ആര് ഞെട്ടി? ദാവീദ് ഞെട്ടി.
ദൈവഭയം പഠിപ്പിക്കാൻ പുള്ളിക്ക് യോഗ്യതയുണ്ടോ? ഉണ്ട്. അപ്പൊ ദൈവഭയം പഠിപ്പിക്കാനുള്ള യോഗ്യത എന്താ? ശരിക്ക് ദൈവത്തെ ഭയപ്പെട്ടവൻ അവനാ ദൈവഭയം പഠിപ്പിക്കേണ്ടത്. നീ എപ്പോഴെങ്കിലും ദൈവത്തെ പേടിച്ചിട്ടുണ്ടോ? ഇടിവെട്ടുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. ദൈവത്തെ ഭയപ്പെട്ട ഒരു സമയം ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. ദൈവഭയം. ദാവീദ് വിറച്ചുപോയി. അയ്യോ, ഇങ്ങനെയൊരു ദൈവം ഉണ്ടോ? അപ്പൊ ഞാൻ ദാവീദിനോടൊരു ചോദ്യം ചോദിക്കുക. നീ പാട്ടൊക്കെ എഴുതി ഇപ്പം ഭയം ഉണ്ടായില്ലേ? ഭയമൊന്നും വേണ്ട പാട്ട് എഴുതാൻ. ഞാൻ 10-20 പാട്ട് എഴുതിയിട്ടുണ്ട്. അത് ഒരു ധ്യാനത്തിൽ എഴുതാം. പക്ഷെ അതിലൊക്കെ അപ്പുറമാ ഫിയർ എന്ന് പറയുന്നത്. പ്രസംഗിക്കുമ്പോഴോ ഉണ്ട്, ഭയമൊക്കെ ഉണ്ട്. ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദാവീദ് ഭയങ്കര ആരാധനക്കാരനാണ്. പക്ഷെ ഒരു വാക്യം എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. 1 ശമൂവേൽ 6:9. അല്ല, ഇപ്പൊ വായിച്ച വാക്യം അല്ലേ? 2 ശമൂവേൽ 6:9. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്റെ ദൈവമേ, വലിയ ദുരന്തങ്ങളൊന്നും വരാതെ തന്നെ നിന്നെ ഒരു ഭയം ഞങ്ങൾക്ക് തരണേ. വലിയ ദുരന്തങ്ങളൊന്നും വരാതെ തന്നെ നിന്നെ ഭയപ്പെടുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ദൈവഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ദാവീദ് സങ്കീർത്തനം എഴുതിയപ്പോ പറയാ, മക്കളെ വരൂ, ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാം. അതെന്തുവാ? ഫിയർ ഓഫ് ഗോഡ്. ദൈവഭയം പഠിപ്പിക്കാം. ഞാൻ ഇവിടെ ഇരിക്കുന്ന പേരൻസിനോട് പറയുന്നു, നിങ്ങൾ മക്കളെ ദൈവഭയം പഠിപ്പിക്കണം. 4 അഥവാ സി, ദൈവവേലയ്ക്ക് കൊടുക്കാൻ പഠിപ്പിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഒന്ന് പെട്ടെന്നെടുത്തി. 9-ാം വാക്യം. ഉണ്ട്, ഇവിടെയുണ്ട് അല്ലേ? ഒന്നല്ല, ഇഷ്ടം പോലെയുണ്ട്. ആ, ഇവിടെ 5 അല്ല, 100 കാണും. ആ, ഇഷ്ടം പോലെയുണ്ട്. ആ ആ ആ നിങ്ങൾക്ക് കഥ അറിയാം. ഈ അമ്മ ഈ കൊച്ചിനെ പ്രാർത്ഥനയ്ക്ക് വിട്ടപ്പം ഒരു പൊതി കെട്ടിക്കൊടുത്തു. ശരിയാണോ ഞാൻ പറഞ്ഞേ? ശരിയാണോ? സഹോദരിമാരാ ഒന്ന് പ്രതികരിച്ചേ, ശരിയാണോ? ആ, അല്ലാതെ എങ്ങനെയാ പിള്ളേര് ഭക്ഷണം കൊണ്ടുപോകണേ? എങ്ങനെയാ ഈ പിള്ളേരുടെ കൈ വല്ലതും കൊടുത്താൽ തിരിച്ചു തരുമോ? വലിയ പാടാ. അങ്ങോട്ട് മേടിക്കാൻ നല്ല മിടുക്കായി വരും, തിരിച്ചു തരികയില്ല. നമ്മൾ കൊടുത്തേച്ച് നമ്മൾ തിരിച്ചു ചോദിച്ചാൽ നോ. പക്ഷെ ഈ കൊച്ചൻ ഈ പൊതി ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. നിങ്ങൾ പറ, ഒരു ട്രെയിനിങ് കാണുകയല്ലേ എൻ്റെ പുറകില്? ആ, ഹല്ലേലൂയ. മാനെ, കർത്താവ് പച്ച ചോദിച്ചാൽ കൊടുത്തോണം കേട്ടോ. കൊടുത്താൽ നിനക്ക് നഷ്ടം വരികയില്ല, നിന്നെ പറ്റിക്കുകയില്ല. അങ്ങോട്ട് കൊടുക്കുന്നതിന് ഇരട്ടി ഇങ്ങോട്ട് തരും. ധൈര്യമായിട്ട് കൊടുത്തോണം. കർത്താവ് അപ്പച്ചൻ പറഞ്ഞ കൊടുത്തോണം. മക്കളെ കൊണ്ട് കൊടുപ്പിക്കണം. പിശുക്ക് പഠിപ്പിക്കണ്ട, അത് ബ്ലഡിലുണ്ടല്ലോ. അതുള്ളതല്ലേ, ജന്മനാ നമുക്ക് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹമല്ലേ അത്. എന്നാ കൊടുക്കണല്ലോ, ട്രെയിനിങ് വേണം. ആ, സ്തോത്രം 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 സ്തോത്രം. എൻ്റെ അപ്പച്ചനൊക്കെ പറയുന്നൊരു വാക്കുണ്ട്. ഞങ്ങളിങ്ങനെ പഠിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ പറയുന്നത്, എടാ
ഞാൻ കോട്ടയത്തിന് പോയപ്പോൾ ഒരു സോഡ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. നിന്നെയൊക്കെ ഓർത്തിട്ട് ഞാൻ കുടിച്ചില്ല. ഇങ്ങനെയാ നമ്മൾ ഈ സൂക്ഷിച്ചു വെക്കുന്നത്, സോഡ പോലും കുടിക്കാതെ. സ്വത്രം. അങ്ങനെ നമുക്ക് വെക്കാൻ അറിയാം, പക്ഷെ കൊടുക്കുകയില്ല. കോഴി, നാടൻ കോഴി വരും, ചെറിയ മുട്ടയിടും, 2 രൂപ വിലയുണ്ട്. എന്നാ ഒച്ചയെന്നറിയാം. നിങ്ങൾ കണ്ടിട്ടില്ല ഇതൊന്നും? പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചു, ആ എലിയാച്ചാരോടൊക്കെ ചോദിച്ചാൽ മതി. കൈ ചിറകൊക്കെ ഇട്ടടിച്ചു എന്നെ വിഷയം എന്നാ? 2 രൂപയുടെ ഒരു മുട്ട കിട്ടും. ആന ഒരു കുട്ടിയെ പ്രസവിച്ചു, 2 ലക്ഷം രൂപ വിലയുള്ളതാ. മിണ്ടുകയില്ല. ഒന്നും കൊടുക്കുകയല്ല, എന്നിട്ട് വലിയ ബഹളം വെക്കുക. ഞാൻ അത് ചെയ്തേ, ഞാൻ ഇത് ചെയ്തേ. സ്വത്രം. കൊടുക്കാൻ പഠിപ്പിക്കണേ. കൊടുത്ത മക്കളൊന്നും നശിച്ചു പോയിട്ടില്ല. കൊടുത്ത മക്കളൊന്നും നശിച്ചു പോയിട്ടില്ല. പിള്ളേരോട് പറയണം, മോനെ എവിടെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കി കൊടുക്കണം, കണ്ടുപിടിച്ചു കൊടുക്കണം, അന്വേഷിച്ചു കൊടുക്കണം. അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ പറഞ്ഞു വിടണം. എവിടെയൊക്കെ മിഷൻ ഫീൽഡൊക്കെ കണ്ടുപിടിച്ച് മോനെ ഒരു വലിയ തുക കിട്ടുന്നവൻ ഞെട്ടുന്ന പോലെ കൊടുക്കണം. എന്നെ പഠിപ്പിച്ച ദേവദാസൻ എന്നോട് പറഞ്ഞു, നീ ആർക്കെങ്കിലും എല്ലാം കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്നവൻ ഞെട്ടണമെന്ന് പറഞ്ഞു. എനിക്കന്ന് മനസ്സിലായില്ല എൻ്റെ അർത്ഥം. അതിന്റെ എഫക്റ്റ് നിനക്ക് തിരിച്ചു വരുമെന്ന്. ഇപ്പോഴും ഞെട്ടുന്നുണ്ട്, കാരണം ഒന്നുമില്ല ഇതിനകത്ത്. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. താങ്ക് യു ജീസസ്. ഒത്തിരി ചെയ്യും. അധികം പബ്ലിസിറ്റി കൊടുക്കാത്ത ആളുകളെ എനിക്കറിയാം. മക്കളെ കൊടുക്കാൻ പഠിപ്പിച്ചു. ആ അമ്മ പറഞ്ഞു, മോനെ കൊടുക്കണം, കൊടുക്കണം, കൊടുക്കണം. എൻ്റെ മോൻ്റെ കല്യാണത്തിന് അവൻ്റെ പാസ്റ്റർ പ്രസംഗിച്ചു, ശമ്പളം കിട്ടിയാൽ ആദ്യം ഈ കുട്ടി വരുന്നത് ഫെയ്ത്ത് ഹോമിലോട്ടാ. ദശാംശം അവിടെ കൊടുത്തിട്ടേ അവൻ അടുത്ത പണിക്ക് പോകുള്ളൂ. ഞാൻ അറിഞ്ഞിട്ടില്ല ഈ കാര്യം. ഞങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ട്, അങ്ങോട്ട് തരേണ്ടത് അവൻ തരുന്നില്ല. അവൻ നേരെ അവിടെ പാസ്റ്റർക്ക് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാൻ ഞെട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. കൊടുക്കാൻ പഠിപ്പിക്കണം. നിന്റെ മക്കളെ കൊടുക്കാൻ പഠിപ്പിക്കണം. പിശുക്കത്തരമൊക്കെ പഠിപ്പിക്കേണ്ട, നീ ട്രെയിനിങ് കൊടുക്കേണ്ട ഓൾറെഡി ഉണ്ട്. കൊടുക്കാൻ പഠിപ്പിക്കണം. ഈ അമ്മ പറഞ്ഞു, മോനെ കർത്താവ് ചോദിച്ചാൽ കൊടുത്തേക്കണം. അവനാ സൂക്ഷിച്ച് സൂക്ഷിച്ച് തിരുമ്മി തിരുമ്മി വെച്ചോണ്ടിരുന്ന അഞ്ചപ്പോ. ഈ കൊതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടല്ലോ. കഴിച്ച് വയറ് നിറയുമ്പം മാറും, അരമണിക്കൂർ കഴിയുമ്പോൾ തുടങ്ങും, ഇല്ലേ? മാറി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? സ്വതന്ത്രം. ഇതിങ്ങനെ തിരുമ്പി തിരുമ്പി ഇങ്ങനെ വെച്ചോണ്ടിരുന്ന സാധന കർത്താവ് ചോദിച്ചു, അവൻ കൊടുത്തു. കൊച്ചല്ലേ, എന്റെ ദൈവമേ, പോയല്ലോ രക്തം ചെയ്യാം. കർത്താവ് എടുത്തൊരൊറ്റ വാഴ്ത്തല്. ഓ, എത്ര പേര് കഴിച്ചു? 10,000-ലധികം ആള് കഴിച്ചു. അപ്പൊ കൊച്ചിന് കിട്ടിയോ? പിന്നെ ആ കൂട്ടത്തിൽ കൊച്ചി കഴിച്ചു, ബാക്കി വന്നേ. നീ വെച്ചോണ്ടിരുന്നാൽ ചീഞ്ഞു പോകും. യേശുവിന് കൊടുത്താൽ അത് ആയിരങ്ങളായി മാറും. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം ശുശ്രൂഷിച്ചു. ഞാൻ അത് കഴിഞ്ഞ് ബീഹാറിൽ ചെന്നപ്പോൾ അറിഞ്ഞു, KCയുടെ വലിയ സംഭാവനകൾ ബീഹാറിൽ വരുന്നുണ്ട്. നിങ്ങൾ ഇവിടുന്ന് കൂടെ കൂടെ അവിടെ വരുന്നുണ്ട്. നീ ഭയങ്കര സന്തോഷമായി. കൂട്ടിവെച്ചാൽ ചീഞ്ഞു പോകും, കൊടുത്താൽ അത് ഇരട്ടിയാകും, 10 ഇരട്ടിയാകും, 100 ഇരട്ടിയാകും. ആമേൻ. 4 കാര്യം അതിന് ഇടയ്ക്ക് വന്നതാണേ.
3 കാര്യമേ പറഞ്ഞുള്ളൂ. മക്കളെ പഠിപ്പിക്കണം. 4 3 തലമുറയെ ദൈവസന്നിധിയിൽ കാണണമെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന 4ാമത്തെ കാര്യം മാതൃകയോടെ ജീവിക്കുക. 101 സങ്കീർത്തനം 2-ാം വാക്യം. 101 സങ്കീർത്തനം 2-ാം വാക്യം. ഞാൻ എൻ്റെ വീട്ടിൽ പെരുമാറും. അടുത്ത വാക്യം. ഒരു മനുഷ്യന്റെ ഡിക്ലറേഷനാ. എൻ്റെ വീട്ടിൽ ഒരു നീചകാര്യം സമ്മതിക്കത്തില്ല. അടുത്ത വാക്യം. ഒരു വൃത്തികെട്ടവനുമാ എൻ്റെ വീട്ടിൽ പ്രവേശനമില്ല. ഞാൻ എൻ്റെ മലയാളത്തിൽ പറയട്ടെ, വിവാഹമോചനത്തെ എൻ്റെ വീട്ടിൽ പ്രോത്സാഹിപ്പിക്കയില്ല. വഴിവിട്ട വിവാഹത്തിന് എൻ്റെ വീട്ടിൽ കൂട്ടുനിൽക്കത്തില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അടുത്തത്. പിന്നെ അയ്യോ, പരദൂഷണം പറയാൻ വന്നാൽ ഈ വീട്ടിൽ നടക്കില്ല. നടക്കുന്നിടത്തേ നടക്കുള്ളൂ. ഇതൊക്കെ നടക്കുന്നിടത്തേ നടക്കുള്ളൂ. ചിലർക്ക് പരദൂഷണം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സുഖ. പിന്നെ എന്നാ ഉണ്ടെന്നാ ചോദിക്കുന്നത്. സ്വോത്രം. ഈ പുള്ളി പറയാ ഇവിടെ നടക്കില്ല. ഈ തീരുമാനം എല്ലാവരും എടുക്കാമെങ്കിൽ പരദൂഷണക്കാരൻ കമ്പനി പൂട്ടി വേറെ പണിക്ക് പോയേനെ. കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നവരുണ്ടെന്നാ എൻ്റെ അറിവ്. ഒരു ദിവസം ഇതെല്ലാം തെളിയും. പരദൂഷണം പറയുന്നവർക്ക് വണ്ടിക്കൂലി കൊടുക്കുന്നവരുണ്ടെന്ന ഒരു ദിവസം ഇതെല്ലാം വെളി വരും. താങ്ക് യു ജീസസ്. മാതൃക ജീവിതം നയിക്കുക. 5 അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നാ? പെട്ടെന്ന് എടുത്തോ. ന്യായാധിപന്മാർ 13:12. നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ നീണ്ട ഒരു ചാപ്റ്ററാണ്. ചുരുക്കി പറയാനേ പറ്റത്തുള്ളൂ. ആർക്കെങ്കിലും ക്ഷീണവും മയക്കും വരുന്നുണ്ടോ? നല്ലതായിട്ട് ക്ഷീണമുള്ളൊരു കൈപൊക്കിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആർക്കും ക്ഷീണം വരുന്നില്ല എന്ന് മാത്രമല്ല, പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കൈപൊക്കിപ്പോയേനെ. കാരണം നമ്മളങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ. സ്തോത്രം. മനോഹയുടെ ഭാര്യ ഒരു ദർശനം കണ്ടു. ഓടിച്ചെന്ന് അച്ചാനോട് പറഞ്ഞു, വല്ലതൊക്കെ കണ്ടാ പറയട കേട്ടോ. അപ്പോൾ ഒരു സഹോദരി എന്നോട് പറയാം, എൻ്റെ പൊന്ന പാസ്റ്ററെ പറയാന്ന് വെച്ചാൽ പുള്ളി കേൾക്കണ്ടേ. ഓ നിന്റെ ഒരു സ്വപ്നം, ഇങ്ങനെ അങ്ങ് ഡിസ്ക്രൈബ് ചെയ്യരുത്. സഹോദരിമാർ പറയുന്നതിനകത്തൊക്കെ ഇച്ചിരി കാര്യമുണ്ട്. ഈ അമ്മാമ്മ സ്വപ്നക്കാട് കൂടെ ഞങ്ങളുടെ ചർച്ചിലൊക്കെ അങ്ങനെ കാണുന്നവരുണ്ട്. എന്നോട് വന്ന് പറയും. ചിലതിൻ്റെയൊക്കെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു കൊടുക്കും. ചിലത് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറയും. ഡിസ്ക്രൈബ് ചെയ്യത്തില്ല. കാണട്ടെ. ഒന്നും കാണാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ കാണുന്നതല്ലേ. ചിലർ രാത്രി കിടക്കുമ്പോൾ ആന കുത്താൻ വരുന്നതൊക്കെയാണ് കാണുന്നത്. അതിനേക്കാൾ നല്ലതല്ലേ. സ്വോത്രം. അച്ഛൻ പറഞ്ഞു, നീ കണ്ടോടി? ശരിക്കും കണ്ടോ? എന്നാ പറഞ്ഞു? നമുക്കൊരു കൊച്ചുണ്ടാവും ചേട്ടാ. ഉയ്യോ, നേരാണോ? ഉവ്വ. ഉടനെ ആ പുള്ളിക്കാരത്തിന്റെ കയ്യെ പിടിച്ചിട്ട് ഒരു ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഈ ദർശനം ശരിയാണെങ്കിൽ ഒന്നുകൂടെ വെളിപ്പെടണം. അന്ന് തന്നെ വെളിപ്പെട്ടു. ദൈവം സംസാരിച്ചാൽ വീണ്ടും സംസാരിക്കും.
കറക്റ്റ് അതേ ദൂത് വീണ്ടും പറഞ്ഞു. ഉടനെ ഈ മനുഷ്യനൊരു ചോദ്യം ചോദിക്കുക. ഒന്നോടെ വാക്യം വായിച്ചേ. അല്ല, നമ്മൾ ആദ്യം വായിച്ച 12. മനോഹ ദൈവത്തോട് ആ, നിങ്ങൾക്ക് മനസ്സിലായോ? നീ പറഞ്ഞ പ്രോമിസ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എന്ത് ചേഞ്ച് വരുത്തണം? അഡ്ജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾ മുളക് ഉപയോഗം കുറയ്ക്കേണ്ടി വരും. കേൾക്കുന്നുണ്ടോ? കാരണം എനിക്ക് വേണ്ടി വേറെ ഉണ്ടാക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സുണ്ടല്ലേ പറ്റത്തുള്ളൂ. സ്വത്രം എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രവാചകൻ ജനിക്കാൻ പോവുക ഈ വീട്ടിൽ. പേരൻസിന്റെ സ്വഭാവം എന്ത് ചെയ്യണം? ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത്രയും കാലം ജീവിച്ച പോലെ ജീവിച്ചാൽ ഒരു പ്രവാചകൻ ജനിക്കത്തില്ല. ഇവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ? അപ്പൊ ദൂതൻ പറയുക, അതൊക്കെ ഞാൻ പുള്ളിക്കാരത്തിയോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരത്തി അതൊക്കെ ശ്രദ്ധിച്ചോട്ടെ. എനിക്കിതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ചാപ്റ്ററാണ് ഇത്. അമ്മമാരാണ് അധികം ചേഞ്ച് വരുത്തേണ്ടത്. അപ്പോൾ മക്കൾ അനുഗ്രഹിക്കപ്പെടും. കാരണം പിള്ളേരുടെ ഇൻഫ്ലുവൻസ് മുഴുവനും അമ്മയുടെ കയ്യിലാന്നേ. ആ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ നിർത്തണം എന്ന് ചിന്തിച്ച സമയമായി. 6ാമത്തെ കാര്യം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബ്ലസ് ചെയ്യണം. ബ്ലസ് ചെയ്യണം, ബ്ലസ് ചെയ്യണം. എടുത്ത ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 8-ാമത്തെ വാക്യം. ആ ആ അത്ര മനസ്സിലായോ? ഒന്നോട് വായിച്ചേ. അല്ല, തുടക്കം തൊട്ട് നമ്മൾ പറഞ്ഞിടം തൊട്ട് എന്ന് പറഞ്ഞ യാക്കോബ് തൻ്റെ മകൻ ജോസഫ് നാട് വിട്ടുപോയി, കാണാതെ വിഷമിച്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടു. ഇനി വായിച്ചേ. കണ്ടപ്പോൾ 2 പിള്ളേരതിലെ ഓടി നടക്കുക. ഉടനെ ഈ അപ്പച്ചൻ ചോദിക്കുക, ഇത് ഏതാടാ ഈ പിള്ളേര്? വായിച്ചോ. എൻ്റെ അപ്പച്ച ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണം ഒന്നും വിളിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ അബദ്ധം പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ. അവർക്കൊരാശ്വാസം ആയിക്കോട്ടെ എന്നോർത്താ പറഞ്ഞേ. ഇത് ഏതാടാ ഈ പിള്ളേര്? അപ്പച്ച അതേ പറയാൻ മറന്നുപോയി. ഇവിടെ ദൈവം എനിക്കൊരു ഭാര്യ തന്നു, അത് കഴിഞ്ഞപ്പോ 2-3 പിള്ളേരെ തന്നു, ഒന്നും അറിയിക്കാൻ പറ്റിയില്ല. എൻ്റെ ഇടാ പറഞ്ഞിരുന്ന 2 ഉടുപ്പൊക്കെ മേടിച്ചോണ്ട് വരാറുണ്ട്. സാരയില്ല, ഇനിയിപ്പോ ഇവിടെ ഉള്ള ഉടുപ്പൊക്കെ മതി. ഉടനെ അപ്പച്ചൻ ചവിട്ടി പുറത്താക്കട അവളെ എന്നൊന്നും പറഞ്ഞില്ല. വായിച്ചേ. ആ ജീസസ്, ഞാൻ അവരെ ബ്ലസ് ചെയ്യും. മാതാപിതാക്കളെ, നിങ്ങൾ മക്കളെ ബ്ലസ് ചെയ്യണം. എപ്പോ? കാണുമ്പോഴൊക്കെ. എങ്ങനെ? തലേ കൈവച്ച്, മടിയിലിരുത്തി തലേ കൈവച്ച് ബ്ലസ് ചെയ്യണം. അത് ഇരിപ്പതാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കാര്യം എല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. എൻ്റെ വീട്ടിലെ കഥ മുഴുവൻ പ്രസംഗത്തിൽ വരും. അതുകൊണ്ട് എൻ്റെ പിള്ളേരുടെ പേര് പോലും യൂട്യൂബ് കേൾക്കുന്നവർക്കറിയാം. കൊച്ചുമോനെ മടിയിലിരുത്തി പ്രാർത്ഥിക്കുക, തല തൊട്ട് പ്രാർത്ഥിക്കും. കർത്താവേ, നല്ല കണ്ണിന് കാഴ്ച കൊടുക്കണം, ചെവിക്ക് കേൾവി കൊടുക്കണം, നല്ല സംസാരിക്കാൻ കഴിവ് കൊടുക്കണം, പാടാൻ കഴിവ് കൊടുക്കണം, വോക്കൽ കോഡിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് വരികയാണേ. ഈ കാലിൻ്റെ മുട്ട് വരെ വന്നപ്പോൾ അത്യാവശ്യമായിട്ടൊരാൾ എന്നെ കാണാൻ വന്നു. ഞാൻ ആ പുള്ളിയോട് 1-2 കാര്യം പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ ഈ കൊച്ച ഇത്രയേ ഉള്ളത് പറയാ, അപ്പച്ചാ ഇവിടെ വിടം തൊട്ട് നീ താഴോട്ട് പോണോന്ന്.
അപ്പൊ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്, പൊടിയാ, ഇവിടം വരെ ആയുള്ള അപ്പച്ചാന്ത്. നിങ്ങൾക്ക് വേണേ അപ്ലൈ ചെയ്യാം കേട്ടോ, വേണേ അപ്ലൈ ചെയ്യാം. ബ്ലസ് ചെയ്യണം, നിങ്ങളുടെ മക്കളെ ബ്ലസ് ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ പാസ്റ്ററെ, പിള്ളേരെല്ലാം കയ്യിൽ നിന്ന് പോലെ ഇനി എവിടെ ഇട്ട് ബ്ലസ് ചെയ്യാൻ? ഇവർക്കൊക്കെ പറ്റും, ഇവർക്കൊക്കെ പറ്റും. സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്. ദൈവം നമുക്ക് തന്ന വലിയ ഭാഗ്യമാണ് മക്കളെ ബ്ലസ് ചെയ്യുക എന്ന് പറയുന്നത്. ബ്ലസ് ചെയ്യുമ്പോൾ പ്രവചിക്കും. അപ്പന്മാരൊക്കെ പ്രവചിച്ചത് ബൈബിളിൽ കിടപ്പില്ലേ? അത് അതുപോലെ സംഭവിച്ചെന്ന്. അവരാരും വലിയ പ്രൊഫഷണൽ പ്രവാചകന്മാരല്ല, പക്ഷെ മക്കളെയോട് പ്രവചിക്കാൻ നിനക്ക് എന്തുണ്ട്? പവറുണ്ട്. ആ ജീസസ് ബ്ലസ് ചെയ്യും. അതിനകത്ത് വിവരിക്കാൻ നേരമില്ല, ഞാൻ അവിടെ വിടട്ടെ. ഒറ്റ പോയിന്റ് കൂടെ, ബാക്കി 7-ാമത്തേത് 1 ശമൂവേൽ 1:10. ബാക്കി കൂടെ മക്കളെ ദൈവവേലയ്ക്ക് കൊടുക്കുക. 7-ാമത്തെ കാര്യം, മക്കളെ ദൈവവേലയ്ക്ക് കൊടുക്കുക. പ്രസംഗം തീർന്നു. സമർപ്പിക്കാൻ സമയം തരിക. ഒടുവിലത്തെ പോയിന്റിൽ നിൽക്കാം. മക്കളെ ദൈവവേലയ്ക്ക് കൊടുക്കുക. കൊടുക്കാമോ? കണ്ണടച്ചാട്ടെ. എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നീതാ ഞാൻ. എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നീതാ ഞാൻ. നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപ അരുൾക. നിങ്ങൾക്ക് എൻ്റെ കൂടെ ചേർന്ന് പാടാം. എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നീതാ ഞാൻ. എന്നെയും നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപ അരുൾക. നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപ അരുൾക. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി. കണ്ണടച്ച് ധ്യാനിച്ച് എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും
നിന്റെ സേവ ചെയ്തിടുവാൻ എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്റെ സേവ ചെയ്തിടുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണേ പരനേ മഹാദയയാൽ എന്നിൽ നിൻ സ്വഭാവം പകരണേ പരനേ മഹാദയയാൽ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി. ഒന്നുകൂടെ സമർപ്പിച്ചേ, ആഴത്തിൽ ഹൃദയം തുറന്നേ. എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നീതാ ഞാൻ. എന്നെയും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എഴുന്നേറ്റ് നിന്ന് എന്നെയും ഒരിക്കൽ കൂടെ എന്നെയും നിൻ കയ്യിൽ തരുന്നീതാ ഞാൻ. നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപയരുൾക. നിൻ തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ. നമുക്കുള്ളതിനെ നമ്മളെ കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. ദിസ് ഈസ് ദ ടൈം. ഇതാണ് അതിന്റെ സമയം. നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും ആയിക്കോട്ടെ, പഠിച്ചോട്ടെ, ജോലി ചെയ്തോട്ടെ, കർത്താവ് ചോദിക്കുക, മകളെ നിന്റെ കുഞ്ഞിനെ എനിക്ക് തരാവോ? അവന്റെ കൈ കൊടുത്താ പിന്നെ അവന് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കേണ്ടതേ. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല പാസ്റ്റർ വേണം നമ്മൾ പറയാറില്ലേ? ഞാനൊരു സെന്ററിന്റെ ചാർജ് ഉള്ളത് കൊണ്ട് ജനുവരി മാസം ആകുമ്പോൾ തൊട്ട് ഫോൺ വിളി തുടങ്ങും. പാസ്റ്റർ ഞങ്ങൾക്കൊരു നല്ല പാസ്റ്ററെ തരണം. എവിടുന്നായി നല്ല പാസ്റ്ററെ കിട്ടുന്നത്? നിങ്ങളുടെ മക്കളെ വേലയ്ക്ക് ഇറക്കണമെന്നേ. കമ്പനി പോയി മേടിക്കാൻ കിട്ടും, നല്ല ഫോൺ മേടിക്കാൻ കിട്ടും, നല്ല ഫാൻ മേടിക്കാൻ കിട്ടും, നല്ല കാർ മേടിക്കാൻ കിട്ടും, നല്ല പാസ്റ്റർ മേടിക്കാൻ കിട്ടുകയില്ല. നിങ്ങളുടെ പിള്ളേരെ മുഴുവൻ നിങ്ങൾ യൂണിവേഴ്സിറ്റി വിട്ടു, വേലയ്ക്ക് വിട്ടില്ല. 10ാം ക്ലാസ്സിൽ തോറ്റോനെയാ വിട്ടത്. പിള്ളേരെ വേലയ്ക്ക് സമർപ്പിക്കുക, അപ്പൊ നല്ല പാസ്റ്ററെ കിട്ടും. നല്ല മക്കളെ ദൈവ വേലയ്ക്ക് കൊടുക്ക, നല്ല പാസ്റ്ററെ KCAക്ക് കിട്ടും. ഒന്ന് കണ്ണടച്ചേ, ആത്മാർത്ഥമായിട്ട് പറയുന്നൊരു കൈ ഉയർത്തി പിടിച്ചേ. എന്നെയും എനിക്കുള്ളതോ നിൻ കയ്യിൽ തരുന്നിതാ ഞാൻ. എന്നെയും എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നിതാ ഞാൻ. നിൻ തിരു ജീവിപ്പാൻ കൃപ
കൊള്ളുക. നിന്തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൈകൾ ഉയർത്തിപ്പിടിച്ചോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും അങ്ങയുടെ കൈകളിൽ തരുന്നു. അടുത്ത തലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ട മിഷണറിമാർ KCIയിൽ നിന്ന് പുറത്തു വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ ടീച്ചേഴ്സ് KCA സഭയിൽ നിന്ന് പുറത്തു വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകന്മാർ ഈ സഭയിൽ നിന്ന് പുറത്തു വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഇടയന്മാർ, പാസ്റ്റേഴ്സ് കാനഡയിൽ നിന്ന് പുറത്തു വരട്ടെ. കരകളെ തട്ടി ആത്മാവിൽ ചില മിനിറ്റുകൾ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. Praise the Lord. Hallelujah. 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 Praise the Lord. സ്തോത്രം.